അപ്പോൾ ഞങ്ങളുടെ ഫിസിയോതെറാപ്പി സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മോൾ ഓഫ് ട്രാവൻകൂറിലേക്ക് പോയി. മോൾ ഓഫ് ട്രാവൻകൂറിലേക്ക് പോയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാക്സിൽ പോവുക എന്നുള്ളതാണ്. മാക്സിൽ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം റീസണബിൾ റേറ്റ്സിൽ നല്ല ക്വാളിറ്റിയുള്ള തുണി കിട്ടുന്നുണ്ട്. ഞാൻ പട്ടം മാക്സിൽ നിന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല തുണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളിപ്പം എല്ലാവരും വേറെ ചെയ്തേക്കുന്ന എല്ലാം 299 താഴെ എനിക്ക് മാക്സിൽ നിന്ന് കിട്ടിയ ഡ്രസ്സുകളാണ്. അപ്പം ഞാൻ കരുതി മോൾ ഓഫ് ട്രാവൻകൂറിലെ മാക്സിലും കൂടെ ഒന്ന് നോക്കാം, വേറെ കളക്ഷൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നത്. ശരിക്കും പറഞ്ഞാൽ സ്മോൾ മീഡിയം സൈസസ് വളരെ കുറവാണ്. കാരണം ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മിക്കവാറും അതെല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി സൈസസൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങൾ ഒരുപാട് കറങ്ങി നടന്നെങ്കിലും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 1 or 2 മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറിയ മോന് അവിടെ നിന്നൊരു ഡ്രസ്സ് എടുത്ത്, പിന്നെ ഞാനും വന്നതല്ലേന്ന് വിചാരിച്ച് നോക്കി നടന്ന കൂട്ടത്തിൽ എനിക്ക് ഡ്രസ്സ് അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി അതെടുത്തേക്കാൻ. അങ്ങനെ ആ ഡ്രസ്സും എടുത്ത് അതൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ടെന്ന് മോള് പറഞ്ഞു. പിന്നെ അതങ്ങ് എടുത്തു. അതെടുത്തിട്ട് പിന്നെ ബാഗും ചെരുപ്പും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. മോൾ ഓഫ് ട്രാവൻകൂറിൽ കളക്ഷൻ ഭയങ്കര കുറവായിരുന്നു കേട്ടോ, ഓഫറിലുള്ള. കാരണം സൈസിൻ്റെ പ്രശ്നം കൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നന്നായി തളർന്നുകൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പ്ലേയാസയിലേക്ക് പോയി. കുറേ നാളുകൊണ്ട് ഇവർ പറയുന്നുണ്ട് പ്ലേയാസയിൽ പോകണം, അല്ലെങ്കിൽ ലുലുവിൽ ഫണ്ടൂറയിൽ കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. എല്ലാവരെയും കൂടെ കൊണ്ടുപോകുമ്പോൾ കുറേ പൈസ ആവുമല്ലോ എന്ന് വെച്ചാൽ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ പഴയ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് റീചാർജ് ചെയ്തിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കിപ്പം ഗിഫ്റ്റ് ഞാൻ എടുത്തരാമെന്നും പറഞ്ഞ് 3 പേരും കൂടെ പോയി. ഒന്നും കിട്ടിയില്ല. അവിടുന്ന് ചമ്മി തിരിച്ച് വന്ന് ബാസ്ക്കറ്റ് ബോളൊക്കെ കളിച്ച് അവർ നന്നായി എൻജോയ് ചെയ്യണുണ്ടായിരുന്നു കേട്ടോ. എനിക്കും സന്തോഷം തോന്നി. കാരണം കുറേ നാളിന് ശേഷം എല്ലാവരുടെ മുഖത്തും സന്തോഷം കണ്ടത് ഇന്നാണ്. ഞാൻ ഒന്ന് ഹാപ്പി ആയപ്പോൾ തന്നെ അവരും ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അങ്ങനെ അങ്ങ് കറങ്ങി നടന്നു. വീട്ടിൽ പോകണമെന്നുള്ള ചിന്തയൊക്കെ അങ്ങ് മറന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒരു ബർഗറും കൂടെ മേടിച്ചു കൊടുത്തു, വിശക്കണമെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നടന്നു വന്നപ്പോഴാണ് ഞാൻ മസാജ് ചെയർ കണ്ടത്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അതേ കയറി ഇരുന്ന്. കല്ല് കൊള്ളണ മാതിരിയായിരുന്നു, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കഴിച്ച് ഊബറും വെയിറ്റ് ചെയ്തിരുന്നു. ഊബർ വന്നപ്പോൾ നേരെ ഞങ്ങൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോയി. അവിടുന്ന് എടുക്കണ ബസ് കിട്ടും. അതാകുമ്പോൾ നമുക്ക് ഇരുന്ന് വരാൻ പറ്റും. പക്ഷേ ബസ്സിൽ കയറിയപ്പോഴുണ്ട് തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പുകുട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പുകുട്ട ഓടി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബായ്.